രേഖപ്പെടുത്തിയിട്ടുണ്ട്. 40-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. ഞാൻ ആ ഭാഗത്തേക്ക് അവൻ എന്നെ വായി പുതിയൊരു പാട്ട് തന്നു, നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ, പലരും അത് കണ്ട് ഭയപ്പെട്ട യഹോവയിൽ ആശ്രയിച്ചു. അപ്പൊ ഈ പാട്ട് പാടിയാൽ പലരും ഭയപ്പെടും. ഹല്ലേലൂയ. ലോകത്തിന്റെ പാട്ട് പാടിയാൽ പലരും ചിരിക്കും, ചിലപ്പോ കൈകൊട്ടും. ഹല്ലേലൂയ. ഈ പാട്ട് പാടിയാൽ പലരും ഭയപ്പെടും, ജാതികൾ വിറയ്ക്കും. ഹല്ലേലൂയ. ഇന്ന് പല സമയത്ത് നമ്മുടെ നാവിൽ തന്നിരിക്കുന്ന പാട്ട് ചുമ്മാ പാടാനുള്ളതല്ല. നാം ഹല്ലേലൂയ ചുമ്മാ ഹല്ലേലൂയ നമ്മുടെ വാഹിക്കകത്ത് തന്നിരിക്കുന്ന നാക്ക് ചുമ്മാ എന്തെങ്കിലും പറയാനല്ല. ദൈവസന്നിധിയിൽ പുതിയ പാട്ട് പാടണം. ദൈവസന്നിധിയിൽ പുതിയ പാട്ട്. ഹല്ലേലൂയ. അവിടെയാണ് 96-ാം സങ്കീർത്തനക്കാരൻ വിളിച്ചു പറയുന്നത്, യഹോവയ്ക്ക് ഒരു പുതിയ പാട്ട് പാടുവിൻ, ആ സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് പാടുവിൻ. ഹല്ലേലൂയ. നമ്മൾ എഴുന്നേറ്റ് പാടുന്ന പാട്ടുകളൊക്കെ ദൈവത്തിന് പ്രസാദകരമാണോ? ഹല്ലേലൂയ. ദൈവത്തിന് സന്തോഷകരമായി തീരുന്നുണ്ടോ? ഭൂലോകത്തിലുള്ള ആരെങ്കിലും നമ്മുടെ പാട്ട് കേട്ട് വിറയ്ക്കുന്നുണ്ടോ? ഇന്ന് പല സമയത്ത് നമ്മൾ ആരാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. നാം ഒരു വാക്ക് പറഞ്ഞാൽ അതിനകത്ത് ദൈവകൃപ വ്യാപരിക്കപ്പെടണം. നാം ഒരു വാക്ക് ഉച്ചരിച്ചാൽ അതിനകത്ത് ദൈവശക്തി വ്യാപരിക്കപ്പെടണം. ഇന്ന് പല സമയത്ത് നമ്മളെ ലോകം കാണുന്നത് എല്ലാവരെയും കാണുന്നത് പോലെയല്ല. നമ്മളിൽ ഒരു പ്രത്യേകത ഉണ്ടെന്ന് ലോകത്തിന് മനസ്സിലാകണമെങ്കിൽ നമ്മുടെ പാട്ട് ശ്രദ്ധമായിരിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നേരം വെളുക്കുന്നതിന് മുമ്പ് സൂര്യൻ ഉദിക്കുന്ന ആ സമയമാകുമ്പോൾ കിളികൾ ഹല്ലേലൂയ മരക്കൊമ്പിൽ ഇരുന്നു കൊണ്ട് ഹല്ലേലൂയ പാട്ടുകൾ പാടുന്നത്. ഹല്ലേലൂയ. ഇന്ന് പല സമയത്ത് ദൈവമക്കളെ ഈ ഹല്ലേലൂയ അവർ ഓരോ ട്യൂണിലും അവർക്കാവുന്ന നിലവാരത്തിൽ അവർ പാടുന്നത് അത്യുന്നതനായ ദൈവത്തിന് മഹത്വമാണ്. ഹല്ലേലൂയ. ഇവിടെ ഈ ഭാഗത്ത് ഈ സങ്കീർത്തനക്കാരൻ അതിന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ സങ്കീർത്തനക്കാരൻ അതൊക്കെ ഈ പശ്ചാത്തലത്തിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് വളരെ വിശാലമായിട്ട് നമുക്ക് ചിന്തിക്കാൻ തക്കവണ്ണം ഇടയായി തീരണം. യഹോവയ്ക്ക് ഒരു പുതിയ പാട്ട് പാടുവിൻ. ഹല്ലേലൂയ. സത്യദൈവ ഭരണത്തെ കുറിച്ച് വാഴ്ത്തിപ്പാടുന്ന ഒരു സങ്കീർത്തനമാണ് ഈ സങ്കീർത്തനം. ഇത് കൊയ്ത്ത് കാലത്ത് പാടുന്ന ഒരു ഉത്സവഗാനം കൂടിയാണ് ഈ സങ്കീർത്തനം. അപ്പോൾ ഹല്ലേലൂയ യഹോവയുടെ പെട്ടകം സ്തോത്രം സീനായിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഈ സങ്കീർത്തനം പാടി എന്ന് നമുക്ക് വേദപുസ്തകത്തിൽ നിന്ന് വിലയിരുത്താൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. യഹോവയെ അംഗീകരിച്ച് വഴിപാട് ഹല്ലേലൂയ സകല ജനവും കൊടുക്കണമെന്ന് ഈ സങ്കീർത്തനക്കാരൻ ഹല്ലേലൂയ പറഞ്ഞ ഈ സങ്കീർത്തനം അവസാനിപ്പിക്കുക. സകല ജാതികളും യഹോവയ്ക്ക് വഴിപാട് കൊണ്ടുവരണം, യഹോവയെ സ്തുതിക്കണം, ദൈവത്തിന്റെ നാമത്തെ ഉയർത്തണം എന്നൊക്കെ ഈ സങ്കീർത്തനക്കാരൻ വിളിച്ചു പറഞ്ഞിട്ട് പറയുന്ന ഒരു ഹല്ലേലൂയ ഭാഗമുണ്ട്. അവൻ വരുന്നുവല്ലോ. എന്താണ് വരുന്നത്? അവൻ ഭൂലോകത്തെ നീതിയോടും ജാതികളെ വിശ്വസ്തയോടും കൂടെ വിധിക്കാൻ വരുന്നുണ്ട്. ഹല്ലേലൂയ. ഇപ്പൊ നമുക്ക് എല്ലാവരും പേടിച്ചിരിക്കുക, എല്ലാവരും ഹല്ലേലൂയ ഭയപ്പെട്ടിരിക്കുക. അടുത്ത നിമിഷങ്ങളിൽ എന്ത് സംഭവിക്കും? ഹല്ലേലൂയ. ഇറാനെ കടന്നാക്രമിച്ചുകൊണ്ട് ഇന്ന് അമേരിക്ക ഹല്ലേലൂയ അവിടെ ബോംബ് വർഷിപ്പിച്ചിരിക്കുന്നു. ഇസ്രായേൽ മാത്രമല്ല അമേരിക്കയും കൂടി അവിടെ ബോംബ് വർഷിപ്പിച്ചിരിക്കുന്നു. പല മേഖലകളും തകർത്തു എന്നൊക്കെ നാം ഹല്ലേലൂയ വളരെ ഭീതിയോടെ കേൾക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളിലുള്ളവർക്ക് വളരെ ഭീതിയോടെയാണ് നിൽക്കുന്നത്. അവരൊക്കെ മടങ്ങി വരേണ്ടി വരുമോ എന്നൊക്കെയുള്ള ഭീതി പരക്കുന്നുണ്ട്. പല രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യക്കാരെ കയറ്റി വിട്ടുകൊണ്ടിരിക്കുകയാ. ഇന്ന് പല സമയത്ത് ദൈവമക്കളെ ഏതൊക്കെ ഭീതി ലോകത്ത് സംഭവിച്ചാലും പകരപ്പെട്ടാലും ദൈവം ഒരു നാള് കൽപ്പിച്ചിട്ടുണ്ട്. അവൻ വരുന്നുവല്ലോ. ഹല്ലേലൂയ. സകല ജാതികളും അവന്റെ മുമ്പിൽ വിറയ്ക്കട്ടെ. ഹല്ലേലൂയ. ഭൂലോകത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും ഭൂമിയിൽ എന്തെല്ലാം ഹല്ലേലൂയ നടകൊണ്ടാലും ഇന്ന് പല സമയത്ത്
ലോകത്ത് ചലിക്കാതെ നിൽക്കുന്ന, ചഞ്ചലിക്കാതെ നിൽക്കുന്ന ഒരു കൂട്ടരുണ്ടെങ്കിൽ അത് വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന ദൈവമക്കൾ മാത്രമാണ്. ഹല്ലേലൂയ. ബാക്കിയെല്ലാവരും ഇറക്കിയാണ്. ഹല്ലേലൂയ. ഇന്ന് പറയുന്നത് കേട്ടു. ഹല്ലേലൂയ. പെട്രോളിനും ഡീസലിനുമൊക്കെ വില കൂടും. നമ്മൾ എന്ത് ചെയ്യും? ഇന്നലെ വാങ്ങിച്ചുകൊണ്ടിരുന്ന സാധനം നാളെ മാർക്കറ്റിൽ നല്ല വില കൊടുത്ത് വാങ്ങിക്കേണ്ടിയ ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ രാജ്യങ്ങൾ എത്തപ്പെടും. എല്ലാ രാജ്യക്കാരെയും അത് ബാധിക്കും. ഒരു യുദ്ധമുണ്ടായാൽ ഹല്ലേലൂയ നാശനഷ്ടങ്ങൾ മാത്രമേ സംഭവിക്കത്തുള്ളൂ. ഹല്ലേലൂയ. നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. യുദ്ധം കൊണ്ട് നേട്ടങ്ങളൊന്നുമില്ല, കോട്ടങ്ങൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. പക കൊണ്ടും വൈരാഗ്യം കൊണ്ടും വഴക്കുകൊണ്ടും തമ്മിലടി കൊണ്ടും നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അത് സഭയ്ക്കകത്താണെങ്കിലും കുടുംബത്തിനകത്താണെങ്കിലും ദേശത്തിനകത്താണെങ്കിലും ഹല്ലേലൂയ പുരോഗതി ഒന്നും ഉണ്ടാകത്തില്ല. അത് വ്യക്തമായിട്ടും ഈ സങ്കീർത്തനക്കാരൻ വെളിപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടെ വായിക്കുന്നത്, യഹോവയ്ക്ക് എന്ത് ചെയ്യണം? അവന്റെ നാമത്തെ വാഴ്ത്തുവിൻ. ഹല്ലേലൂയ. യഹോവയ്ക്ക് രണ്ടാമത്തെ വാക്യത്തിൽ വായിക്കുന്നു. പെട്ടെന്ന് പോ. യഹോവയ്ക്ക് പാടി അവന്റെ നാമത്തെ വാഴ്ത്തുവിൻ, നാൾതോറും അവന്റെ രക്ഷയെ പ്രസിദ്ധമാക്കുവിൻ. ഹല്ലേലൂയ. നമ്മൾ എന്ത് ചെയ്യണം? പാടുക മാത്രമല്ല, സ്തോത്രം, പുതിയ പാട്ടുകൾ പാടുക മാത്രമല്ല, നാൾതോറും ദൈവിക രക്ഷയെ കുറിച്ച് നാം പറയാൻ ഇടയായി തീരണം. ഭൂമിയിൽ എന്തെല്ലാം സംഭവിക്കട്ടെ, കഴിഞ്ഞ 2020 കൊറോണ നമ്മുടെ അയൽവക്കത്തു നിന്ന് പലരെയും മായിച്ചു കളഞ്ഞെങ്കിൽ, ഇന്ന് പകൽ സമയത്ത് പല പകർച്ചവ്യാധികളും പല വെള്ളപ്പൊക്കങ്ങളും പലരെയും ഇല്ലായ്മ ചെയ്തെങ്കിൽ, കർത്താവ് നമ്മളെ നിർത്തിയിരിക്കുന്നതിന് ഒരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം നമ്മൾ മറന്നു പോകരുത്. അതിനകത്ത് പ്രായമൊന്നും വിഷയമല്ല, ചെറുതെന്നോ വലുതെന്നോ വിഷയമില്ല. എല്ലാവരെയും കർത്താവ് നമ്മളെ നിർത്തിയിരിക്കുന്നതിന് ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. എന്താണോ നാം ദൈവിക വാഗ്ദത്തം പ്രാപിക്കാതെ നമ്മുടെ കണ്ണടയത്തില്ലെന്ന് ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ, നിന്റെ തലമുറയെ കുറിച്ച് ദൈവം ഒരു ആലോചന പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഭവനത്തെ കുറിച്ച് ദൈവം ഒരു ആലോചന പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കുടുംബത്തെ കുറിച്ച് ദൈവം ഒരു ആലോചന പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് പ്രാപിച്ചെടുക്കുന്നത് വരെ ദൈവത്തിന്റെ കരം നമുക്ക് വേണ്ടിയിട്ട് വെളിപ്പെടുത്തുന്ന ദൈവമാണ്. ചുമ്മാതെ ദൈവം ആരോടും ഒന്നും സംസാരിക്കാറില്ല. ഹല്ലേലൂയ. അവിടെ കളിയും തമാശം പറയുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. നമ്മുടെ ദൈവം പറഞ്ഞാൽ പറഞ്ഞതാ. നമ്മുടെ ദൈവം ഹല്ലേലൂയ ഊവ എന്ന് പറഞ്ഞാൽ ഊവ, ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് തന്നെയാണ്. അതിനകത്ത് വാക്കുവ്യത്യാസം ഒന്നും കാണിക്കത്തില്ല. ഇന്ന് പല സമയത്ത് അവിടെ വായിക്കുന്നു, യഹോവയ്ക്ക് പാടി അവന്റെ നാമത്തെ വാഴ്ത്തുവിൻ. എന്നിട്ട് വിശ്വാസികൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്, നാൾതോറും അവന്റെ രക്ഷയെ പ്രസിദ്ധമാക്കണം. എങ്ങനെയാ? ഹല്ലേലൂയ. കുഴഞ്ഞിരിക്കുന്നവരെ ധൈര്യപ്പെടുത്താൻ, ക്ഷീണിച്ചിരിക്കുന്നവരെ ഉറപ്പിക്കാം. ഹല്ലേലൂയ. ഞാൻ തകർന്നു കിടന്നവരായിരുന്നു, ഞാൻ ഇന്ന് നിൽക്കുന്നത് ദൈവത്തിന്റെ കൃപയാണെന്ന് പറയാൻ എത്ര പേർക്ക് തന്റെ ഇടമുണ്ട്. ഇന്ന് ഈ നിലയിലേക്ക് എന്നെ കൊണ്ടുവന്നത് ദൈവമാണെന്ന് പറയാൻ എന്നോ എങ്ങനെയോ ഈ ലോകത്തിൽ നിന്ന് നാമാവശേഷമാകേണ്ട എന്നെയും നിങ്ങളെയും ഇന്ന് നിർത്തിയിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയാണെന്ന് പറയാൻ, അയൽപക്കത്ത് പറയാൻ, മറ്റുള്ള വ്യക്തികളോട് പറയാൻ എത്ര പേർ ഇന്ന് പകൽ സമയത്ത് തയ്യാറാകുന്നുണ്ട്? നാൾതോറും അവന്റെ രക്ഷയെ എന്ത് ചെയ്യണം? ഹല്ലേലൂയ പ്രസിദ്ധമാക്കണം. ഞങ്ങൾ സേവിക്കുന്ന ദൈവം ഹല്ലേലൂയ അസാധാരണങ്ങളിൽ സാധാരണമായിട്ടുള്ള ഒരു ദൈവമല്ല. അവൻ അതിനു മേൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ്. ഇന്ന് പകൽ സമയത്ത് ദൈവമക്കൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം, നമ്മൾ സാധാരണക്കാരല്ല. നമ്മളിൽ പകർന്നിരിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവിന്റെ കൃപയാ. അതുകൊണ്ട് ഇന്ന് പകൽ സമയത്ത് നാം ആരാണെന്നുള്ള വ്യക്തമായ ധാരണ, ഉറപ്പ് ഞാൻ നിങ്ങളെ പ്രാപിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത്, നാൾതോറും ഹല്ലേലൂയ അവന്റെ രക്ഷയെ. ഹല്ലേലൂയ. 21 പ്രബോധനങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. സ്തോത്രം. ദൈവത്തെ ആരാധിക്കാൻ 14 കാരണങ്ങൾ പറയുന്നുണ്ട്. ദൈവത്തെ എന്തിനാണ് ആരാധിക്കുന്നത്? സ്തോത്രം. ഹല്ലേലൂയ. അത് ഞാൻ പിന്നീട് പറയാൻ സമയമുണ്ടെങ്കിൽ പറയാൻ ഹല്ലേലൂയ താല്പര്യപ്പെടുക. അപ്പം 61 സങ്കീർത്തനത്തിന്റെ 8ാമത്തെ വാക്യം വായിക്കുമ്പോൾ നാൾതോറും ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചിന്തിച്ച്
ദൈവസന്നിധിയിലായിരിക്കാൻ ഇടയായി തീരട്ടെ. 61:8. അങ്ങനെ ഞാൻ തിരുനാമത്തെ എന്നേക്കും കീർത്തിക്കുകയും എന്റെ നേർച്ചകളെ നാൾതോറും കഴിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. നാൾതോറും നമ്മൾ ചെയ്യേണ്ട ഹല്ലേലൂയ കുറച്ച് കാര്യങ്ങൾ എങ്ങനെയാണ് അവിടെ വായിക്കുന്നത്? അങ്ങനെ ഞാൻ എന്ത് ചെയ്യും? തിരുനാമത്തെ എന്നേക്കും കീർത്തിക്കും, എന്റെ നേർച്ചകളെ നാൾതോറും കഴിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. അപ്പം നമ്മളെ ഓരോ വിശ്വാസത്തിൽ നിൽക്കുന്ന പ്രിയ മക്കൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം, നമ്മളെ എന്തിനായി ഭൂമുഖത്ത് നിർത്തിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി ജീവിക്കണം. ഹല്ലേലൂയ. എല്ലാവരും ജീവിക്കുന്നു, ഞാനും ജീവിക്കുന്നു. എല്ലാവരും എഴുന്നേൽക്കുന്നു, ഞാനും എഴുന്നേൽക്കുന്നു. എല്ലാവരും കിടക്കുന്നു, ഞാനും കിടക്കുന്നു. ഹല്ലേലൂയ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചൊരു മാർഗരേഖ ദൈവത്തിന്റെ ആത്മാവ് വേദപുസ്തകത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ലോകത്തിൻ്റെതായ മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ, ഓരോ മതത്തിനും അതിൻ്റെതായ മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ, ഓരോ ജാതിക്കും അതിന്റെ മാർഗനിർദ്ദേശം ഉണ്ടെങ്കിൽ, ഓരോ പാർട്ടിക്കാർക്കും അതിൻ്റെതായ ഭരണഘടനകളും സംവിധാനങ്ങളും ഉണ്ടെങ്കിൽ, ദൈവമക്കൾക്ക് അതിൻ്റെതായ നിലവാരത്തിലുള്ള ഭരണഘടനയും സംവിധാനവും ദൈവമക്കൾക്ക് തന്നിട്ടുണ്ട്. അങ്ങനെ പോകാനും എങ്ങനെ വരാനുമുള്ളവരല്ല ദൈവമക്കൾ. ദൈവമക്കൾ ഹല്ലേലൂയ അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: അങ്ങനെ ഞാൻ എന്ത് ചെയ്യും? തിരുനാമത്തെ എന്നേക്കും കീർത്തിക്കും. ഹല്ലേലൂയ. ഏതെങ്കിലും വിഷമങ്ങൾ വരുമ്പോൾ, ഏതെങ്കിലും ദുഃഖം വരുമ്പോൾ എന്നാ 2 ദിവസം ഒന്ന് പ്രാർത്ഥിച്ചേക്കാമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. സന്തോഷം വരുമ്പോഴും, ദുഃഖം വരുമ്പോഴും, ഉല്ലാസം വരുമ്പോഴും, നന്മ വരുമ്പോഴും, ക്ഷീണം വരുമ്പോഴും, ഞെരുക്കം വരുമ്പോഴും, കടം വരുമ്പോഴും, രോഗം വരുമ്പോഴും, ഏത് സമയത്തും ദൈവമക്കൾ എന്ത് ചെയ്യും? ഹല്ലേലൂയ എന്നേക്കും ഹല്ലേലൂയ തിരുനാമത്തെ കീർത്തിക്കും. ഹല്ലേലൂയ. എന്റെ നേർച്ചകളെ നാൾതോറും കഴിക്കും. ഹല്ലേലൂയ. നമ്മൾ നേരണം. ഹല്ലേലൂയ. ദൈവത്തിന് കൊടുക്കാമെന്ന് പറയണം, ഞാൻ ഇന്നത് ചെയ്യുമെന്ന് പറയണം. ഹല്ലേലൂയ. എങ്ങനെയാ യെരൂശലേം ദേവാലയം ഉണ്ടായതെന്ന് അറിയാമോ? ഹല്ലേലൂയ. അവിടുത്തെ സ്തോത്രം ഹല്ലേലൂയ പുരോഹിതന്മാർ ആലയത്തിന്റെ 4 ഭാഗത്തും ആലയം സ്ഥാപിക്കാൻ വെച്ചിരുന്ന 4 ഭാഗത്തും വലിയ വലിയ ഹല്ലേലൂയ സംവിധാനങ്ങൾ ഒരുക്കി കൊടുത്തു. അവർ ഹല്ലേലൂയ ഇന്ന പ്രകാരം ദൈവത്തിന് കൊടുക്കേണ്ട അളവുകളും തൂക്കങ്ങളും ക്രമപ്രകാരം അതാത് ഗോത്രങ്ങൾക്ക് സംഖ്യ ഹല്ലേലൂയ ക്രമപ്പെടുത്തി അവർക്ക് സ്തോത്രം ഹല്ലേലൂയ മാർഗനിർദ്ദേശം കൊടുത്തു. ആലയം പണിയാനുള്ള സകല സംവിധാനങ്ങളും അവിടെ എത്തപ്പെട്ടത് മാത്രമല്ല, പിന്നെയും ഹല്ലേലൂയ നന്മകൾ അവിടെ കൂട്ടം കൂടി കിടക്കുന്നതായിട്ട് കാണുവാൻ തക്കവണ്ണമായി തീർന്നു. മനസ്സ് തുറന്നു കൊടുക്കുകയാണ്. ഹല്ലേലൂയ. മനസ്സ് തുറന്ന് ദൈവത്തിന് വേണ്ടി ചെയ്യുകയാണ്. അവിടെയാണ് വായിക്കുന്നത്: എന്റെ നേർച്ചകളെ എന്ത് ചെയ്യും? നാൾതോറും കഴിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. രണ്ടാമത്തെ ഭാഗം വായിക്കുമ്പോൾ 86:3 വായിച്ച്. 86:3. കർത്താവേ, എന്നോട് കൃപയുണ്ടാകണമേ, ഇടവിടാതെ ഞാൻ നിന്നോട് നിലവിളിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പം 86:3 വായിക്കുന്നത് ഇങ്ങനെ: കർത്താവേ, എന്നോട് കൃപയുണ്ടാകണമേ. എന്നിട്ട് ഇടവിടാതെ. അപ്പൊ നാൾതോറും ചെയ്യേണ്ട കാര്യമാണ്, ഇടവിടാതെ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. നിലവിളിക്കുക, ദൈവത്തിന്റെ മുമ്പിൽ നിലവിളിക്കുക എന്ന് പറഞ്ഞാൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന എല്ലാ ശ്രേഷ്ഠ കാര്യങ്ങളിലും ദൈവത്തിന്റെ മുമ്പിൽ, കർത്താവിന്റെ മുമ്പിൽ ചിലതിനെ കൈകൂണ്ടി പ്രാർത്ഥിക്കാൻ, ചില വിഷയങ്ങളെ ഹല്ലേലൂയ കൈവച്ച് പ്രാർത്ഥിപ്പാൻ എല്ലാം നമുക്ക് ദൈവം അവകാശം തന്നിട്ടുണ്ട്. ഇന്ന് പല സമയത്ത് നമ്മുടെ വിഷയങ്ങൾ നമുക്ക് പ്രയാസമായിട്ട് കടന്നു വരുമ്പോൾ മുട്ടുമടക്കി പ്രാർത്ഥിക്കാൻ വീട്ടിലൊരു പായുണ്ടെങ്കിൽ, ഹല്ലേലൂയ, പായില്ലാത്ത വീടുകളുണ്ടോ? അല്ലെങ്കിൽ ഇന്നൊരു പാ വാങ്ങിക്കണം. പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരു പാ. ഹല്ലേലൂയ. അവിടുന്ന് വായിക്കുന്നത് ഇങ്ങനെയാണ്: സ്തോത്രം ഹല്ലേലൂയ. കർത്താവേ, എന്നോട് കൃപയുണ്ടാകണമേ, ഇടവിടാതെ ഞാൻ നിന്നോട് നിലവിളിക്കുന്നു. ഹല്ലേലൂയ. ഇടവിടാതെ പ്രാർത്ഥിക്കാൻ. ഹല്ലേലൂയ. ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പ്രാർത്ഥിക്കാൻ അവസരമില്ലാതിരുന്നപ്പോൾ ഞാൻ ബാത്റൂമിൽ ഹല്ലേലൂയ ടോയ്ലറ്റില് ഒക്കെ കയറിയിരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. പ്രാർത്ഥന ഹല്ലേലൂയ ഏത് സ്തോത്രം സാഹചര്യത്തിലും പ്രാർത്ഥിക്കാൻ കഴിയണം. ഹല്ലേലൂയ. സ്തോത്രം ഹല്ലേലൂയ. സൗദി അറേബ്യയിലായിരുന്നപ്പോൾ ഒരു കാരണവശാലും വെളിയിൽ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ലാത്ത ഒരു നിലയിലേക്ക് ഞങ്ങളുടെ സൂപ്പർവൈസർ മിസ്രൈമീന ഹല്ലേലൂയ ആ
അവനാണെങ്കിൽ പുറകെ നടക്കും. അത് ചെയ്യുന്നു പറഞ്ഞ് പുറകെ നടക്കും. ബാത്റൂമിൽ പോകാൻ മാത്രം ഒരു പ്രശ്നവുമില്ല. ഓടി ബാത്റൂമിലേക്ക് പോകും. ഹല്ലേലൂയ. അവിടെ തന്നെ നമ്മുടെ ഇവിടുത്തെ വീട് പോലെയല്ല അവിടുത്തെ ബാത്റൂം, കൊട്ടാരം പോലെ. ഹല്ലേലൂയ. സ്തോത്രം. മുട്ടുമടക്കാനോ ഹല്ലേലൂയ മുഴങ്കാലം അടക്കാനോ ഒന്നും നമുക്കൊരു ലജ്ജയും തോന്നത്തില്ല. അത്ര ഭംഗിയായിട്ടാണ് ബാത്റൂമുകളൊക്കെ കിടക്കുന്നത്. അപ്പം ഹല്ലേലൂയ മുട്ടുമടക്കാൻ ഹല്ലേലൂയ ബാത്റൂമിൽ കയറി എന്താ എന്ന് ചോദിക്കത്തില്ല. ബാത്റൂമിൽ എത്ര സമയം, 15 മിനിറ്റോ 20 മിനിറ്റോ ഒന്നും പ്രശ്നമില്ല. ഹല്ലേലൂയ. എവിടെയായിരുന്നു ചോദിച്ചാൽ ബാത്റൂമിലായിരുന്നു പറയാം. ഹല്ലേലൂയ. ഇവിടെ ഞാൻ പറയുന്നൊരു കാരണം, കർത്താവ് എന്നോട് കൃപയുണ്ടാകണമേ, ഇടവിടാതെ ഞാൻ നിന്നോട് നിലവിളിക്കുന്നു. അപ്പൊ ഇടവിടാതെ എന്ത് ചെയ്യണം? ചെയ്യാൻ ദൈവമക്കൾക്ക് ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യമാണ് പ്രാർത്ഥന. ഹല്ലേലൂയ. മൂന്നാമത്തെ കാര്യം ഹല്ലേലൂയ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ ദൈവത്തെ എന്ത് ചെയ്യുക? സ്ഥിരമായിട്ട് അന്വേഷിക്കുക. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58-ാം അധ്യായം 2-ാമത്തെ വാക്യം. എങ്കിലും അവർ എന്നെ ദിനംപ്രതി അന്വേഷിച്ച് എന്റെ വഴികളെ അറിവാൻ ഇച്ഛിക്കുന്നു. നീതി പ്രവർത്തിക്കുകയും തങ്ങളുടെ ദൈവത്തിന്റെ ന്യായം ഉപേക്ഷിക്കാതിരിക്കുകയും ചെയ്ത ഒരു ജാതിയെ പോലെ അവർ നീതിയുള്ള വെപ്പുകളെ എന്നോട് ചോദിച്ച് ദൈവത്തോട് അടുക്കാൻ വാഞ്ചിക്കുന്നു. അപ്പോൾ അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്. സ്തോത്രം. ഹല്ലേലൂയ. എങ്കിലും അവർ എന്നെ ദിനം പ്രതി അന്വേഷിച്ച്, അപ്പം ഹല്ലേലൂയ എപ്പോഴെങ്കിലും അല്ല, വേദനകൾ വരുമ്പോ മാത്രമല്ല, ദിനം പ്രതി ഹല്ലേലൂയ അന്വേഷിച്ച് എന്റെ വഴികളെ അറിയുവാൻ ഇച്ഛിക്കുന്നു. അപ്പൊ ഏത് പ്രശ്നം വന്നാലും ഹല്ലേലൂയ അത് പ്രാർത്ഥിക്കുന്ന സഭയുടെ കുഴപ്പമാ അല്ലെങ്കിൽ പാസ്റ്ററിന്റെ കുഴപ്പമാ എന്നൊന്നും പറഞ്ഞ് തടി തപ്പരുത്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഏത് കൂട്ടായ്മയിൽ പോയാലും ഏത് ആരാധനയെ സംബന്ധിച്ചാലും നമ്മളിൽ ഒരു പ്രാർത്ഥനാ മനുഷ്യൻ ഉണ്ടോ? ഹല്ലേലൂയ. അവിടെയാണ് ജയമെടുക്കുവാൻ ഇടയായി തീരുന്നത്. ഇവിടെ വായിക്കുന്നു, എങ്കിലും അവർ എന്നെ ദിനം പ്രതി അന്വേഷിച്ച് എന്റെ വഴികളെ ഹല്ലേലൂയ അറിയുവാൻ ഇച്ഛിക്കുന്നു. എന്നിട്ട് നീതി പ്രവർത്തിക്കുകയും തങ്ങളുടെ ദൈവത്തിന്റെ ന്യായം ഉപേക്ഷിക്കാതിരിക്കുകയും ചെയ്ത ഒരു ജാതിയെ പോലെ. ഹല്ലേലൂയ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നീതി പ്രവർത്തിച്ച് ദൈവത്തിന്റെ ന്യായം ഉപേക്ഷിക്കരുത്. ദൈവത്തിന്റെ ന്യായം ഉപേക്ഷിക്കരുത്. നമ്മൾ നീതി പ്രവർത്തിക്കണം. ഹല്ലേലൂയ. നമ്മളിൽ ഒരു നീതി ഉണ്ടായിരിക്കണം. അത് ചിലപ്പോൾ ആരെങ്കിലും നമ്മളെ കൊല്ലാൻ ഏൽപ്പിച്ചാലും ശരി, ഹല്ലേലൂയ, ഇന്ന് തന്നെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞാലും ശരി, ഹല്ലേലൂയ. ഏലിയാവിനോട് ഹല്ലേലൂയ സ്തോത്രം ഇസ്രായേൽ പറഞ്ഞു, ഞാൻ നാളെ നേരം എടുക്കുന്നതിന് മുമ്പ് നിന്റെ ഹല്ലേലൂയ എന്റെ പ്രവാചകന്മാരെ കൊന്നതുപോലെ നിന്നെ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞപ്പോൾ പേടിച്ചു പോയി, ഓടി. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. പതിയിരുന്നു. ഹല്ലേലൂയ. ഇന്ന് പല സമയത്ത് ദൈവമക്കളെ ഹല്ലേലൂയ ഇവിടെ നീതി പ്രവർത്തിക്കുന്ന ഒരുവൻ, സ്തോത്രം, ദൈവത്തെ ഉപേക്ഷിക്കാതെ ന്യായം അന്വേഷിക്കുന്ന ഒരുവൻ ഉണ്ടെങ്കിൽ ഈ ലോകത്തിന്റെ ഭീഷണികളുടെ മുമ്പിൽ, ഈ ലോകത്തിന്റെ കൊലവിളിയുടെ മുമ്പിൽ പതറിപ്പോകത്തില്ല എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നപ്പോൾ ഇടയായി തീരണം. ഏത് പ്രതികൂലങ്ങൾ കടന്നു വരട്ടെ, ഏത് പ്രതിസന്ധികൾ ജീവിതത്തിൽ കടന്നു വരട്ടെ, ഇന്ന് പല സമയത്ത് ദൈവത്തിന്റെ ആത്മാവിൽ നിറയപ്പെട്ട ദൈവമക്കൾ ദൈവത്തിന്റെ മുമ്പാകെ ശക്തിയോടെ ഹല്ലേലൂയ കർത്താവിനെ ആരാധിക്കുന്നപ്പോൾ ഇടയായി തീരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പം ഹല്ലേലൂയ നീതി പ്രവർത്തിക്കുകയും തങ്ങളുടെ ദൈവത്തിന്റെ ന്യായം ഉപേക്ഷിക്കാതെയും അങ്ങനെ ഇരിക്കുന്ന ഒരു ജാതിയെ പോലെ അവർ നീതിയുള്ള വെപ്പുകളെ എന്നോട് ചോദിച്ച് ദൈവത്തോട് അടുപ്പാൻ വാഞ്ചിക്കുന്നു. അപ്പം ദൈവത്തോട് അടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഹല്ലേലൂയ. നമ്മളിലുള്ള കുറവുകളെല്ലാം പരിഹരിക്കപ്പെടണം. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കണമെങ്കിൽ, കർത്താവേ ഞാൻ രക്ഷിക്കപ്പെട്ടതാ, ഞാൻ മാനസാന്തര സ്നാനപ്പെട്ടതാ എന്നൊന്നും പറയേണ്ട കാര്യമില്ല. ഹല്ലേലൂയ. സ്തോത്രം. ദിനം തോറും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നാം ചെയ്യണം. ദിനം തോറും നമ്മൾ പ്രവർത്തിക്കേണ്ട പ്രവൃത്തി. അതുകൊണ്ടാണ് അവർ എന്നെ ദിനം പ്രതി അന്വേഷിച്ചു. ഹല്ലേലൂയ. ദിനം പ്രതി അന്വേഷിച്ചു. ദിവസവും ദൈവത്തിന്റെ മുഖം അന്വേഷിക്കാതെ നമ്മൾ എന്ത് ചെയ്താലും, ഹല്ലേലൂയ, സ്തോത്രം, ദൈവത്തിന്റെ മുഖം അന്വേഷിക്കാതെ നമ്മൾ എന്ത് ചെയ്താലും
അതെല്ലാം ഹല്ലേലൂയ സ്തോത്രം നമുക്ക് വേദന ഉണ്ടാക്കുന്നതാണ്. ഹല്ലേലൂയ. നാലാമത്തെ ഭാഗത്തേക്ക് മൂന്നാമത്തെ ഭാഗത്തിന്റെ സുവിശേഷ പുസ്തകത്തിനകത്ത് ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 18-ാം അധ്യായം, ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം അതിന്റെ ഒന്നാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. നമുക്കറിയാവുന്ന വാക്യം. മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിന് അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞത്. ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയും ഇല്ലാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിലുണ്ടായിരുന്നു. ആ പട്ടണത്തിൽ അവിടെ നിൽക്കട്ടെ. അവിടെ വായിക്കുന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്. മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. മടുപ്പുകൾ പലതും ജീവിതത്തിൽ കടന്നു വരും. ഹല്ലേലൂയ. ജോലി തിരക്കായിരിക്കാം, ഹല്ലേലൂയ, സാമ്പത്തിക ഞെരുക്കമായിരിക്കാം, കടഭാരമായിരിക്കാം, ആരോഗ്യത്തിന്റെ പ്രശ്നമായിരിക്കാം, ഏത് വിഷയമാണെങ്കിലും ഹല്ലേലൂയ നമ്മൾ എന്ത് ചെയ്യരുത്? മടുത്തു പോകരുത്. മടുത്തു പോകാതെ ചെയ്യാൻ, ദിവസം പ്രതി ചെയ്യാനുള്ള ഒരു കാര്യമാണ് പ്രാർത്ഥന. ഹല്ലേലൂയ. പ്രാർത്ഥനയുള്ള ഒരു ജീവിതത്തെ ഹല്ലേലൂയ കാണുമ്പോഴേ അറിയാം. ഹല്ലേലൂയ. വ്യക്തമായിട്ട് പ്രാർത്ഥനയുള്ള ഒരു മനുഷ്യനെ, ഒരു വ്യക്തി ജീവിതത്തെ ഹല്ലേലൂയ സംസാരിക്കുമ്പോഴേ അറിയാം ദൈവമായിട്ട് വല്ല ബന്ധമുണ്ടോ ഇല്ലയോ. ഹല്ലേലൂയ. ഇല്ലെങ്കിൽ എല്ലാം ഇപ്പോഴും ലോകപരമായിട്ടുള്ള കാര്യങ്ങൾ പറയാനും മറ്റുള്ള ഹല്ലേലൂയ കാര്യങ്ങളൊക്കെ പറയാൻ ഭയങ്കര ഇൻട്രസ്റ്റാ. ദൈവിക കാര്യങ്ങൾ പറയാൻ ഭയങ്കര മൂടില്ല. ഹല്ലേലൂയ. അപ്പം ഇവിടെ വായിക്കുന്നത് മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. എന്നിട്ട് അതിന്റെ 7-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തന്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവൻ ആയാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അപ്പം ദിവസം പ്രതി ചെയ്യേണ്ട കാര്യം, രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തന്റെ വൃതന്മാരുടെ കാര്യത്തിൽ ആര് ദീർഘക്ഷമയുള്ളവനാ? ദൈവം ദീർഘക്ഷമയുള്ളവനാ. അപ്പം ഹല്ലേലൂയ. നമുക്ക് കിട്ടുന്ന അവസരങ്ങളൊക്കെ ദൈവനാമത്തിന് വേണ്ടി വിനിയോഗിക്കാൻ, സമയങ്ങൾ ചെലവിടാൻ ഹല്ലേലൂയ നാം തയ്യാറാകുന്നു എങ്കിൽ ദൈവം നമ്മളെ അനുഗ്രഹിപ്പാൻ തക്കവണ്ണം ആയിത്തീരും. ദൈവം നമ്മളെ ഓർക്കണമെങ്കിൽ, ദൈവം നമ്മുടെ വിഷയങ്ങളിൽ ഇടപെടണമെങ്കിൽ ദൈവത്തിന്റെ മുഖം നമ്മൾ അന്വേഷിച്ചേ മതിയാകത്തുള്ളൂ. അതുകൊണ്ട് മടുത്തു പോകാതെ എന്ത് ചെയ്യണം? എപ്പോഴും പ്രാർത്ഥിക്കണം. മടുത്തു പോകാതെ. ഹല്ലേലൂയ. 4-ാമത്തെ കാര്യം 72-ാം സങ്കീർത്തനത്തിന്റെ 15-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. 72-ാം സങ്കീർത്തനത്തിന്റെ 15-ാം വാക്യം. അവൻ ജീവിച്ചിരിക്കും, ക്ഷേമം കൊണ്ട് അവന് കാഴ്ച വരും, അവന് വേണ്ടി എപ്പോഴും പ്രാർത്ഥന കഴിക്കും. അവൻ ജീവിച്ചിരിക്കും, ശേവ പൊന്ന് അവന് കാഴ്ച വരും, അവന് വേണ്ടി എപ്പോഴും പ്രാർത്ഥന കഴിക്കും. ഹല്ലേലൂയ. തേടി വരേണ്ടതെല്ലാം പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി തേടി വരും. അനുകൂലമല്ലാതിരിക്കുന്ന സാഹചര്യങ്ങള് ദൈവം അനുകൂലമാക്കി തരാൻ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് മാത്രമേ കഴിയത്തുള്ളൂ. ഇന്ന് പകൽസമയത്ത് ദൈവമക്കള് എവിടെ പ്രാർത്ഥന വെളിപ്പെടുന്നുണ്ടോ, എവിടെ ആരാധന വെളിപ്പെടുന്നുണ്ടോ, എവിടെ ആത്മീയ സന്തോഷം പ്രാപിക്കാൻ കഴിയുന്നുണ്ടോ, അവിടെ ഹല്ലേലൂയ ദൈവമക്കൾക്ക് വേണ്ടി വരേണ്ട നന്മകൾ തേടി വരും. ഹല്ലേലൂയ. തേടി വരും. അതാണ് അവിടെ പറയുന്നത്. ദൈവത്തെ സ്തുതിക്കുക. ദൈവത്തെ സ്തുതിച്ചാൽ ദൈവം നമ്മളെ ഒരിക്കലും ഹല്ലേലൂയ കൈവിടത്തില്ല. ഹല്ലേലൂയ. പിന്നെ സ്തോത്രം 5-ാമത്തെ കാര്യമാണ് ക്രൂശ് എടുക്കുക. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 23-ാമത്തെ വാക്യം. പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത്, എന്നെ അനുഗമിപ്പാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ചു നാൾതോറും തന്റെ ക്രൂശ് എടുത്തും കൊണ്ട് എന്നെ അനുഗമിക്കണം. അപ്പൊ നാൾതോറും ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് എന്താണ്? ക്രൂശ് എടുക്കണം. ഹല്ലേലൂയ. ഈ ക്രൂശ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഹല്ലേലൂയ അത്ര സന്തോഷകരമല്ല. കാരണം ഹല്ലേലൂയ നാൾതോറും ചെയ്യേണ്ട കാര്യമാണ് കർത്താവിന്റെ ക്രൂശ് എടുക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, അവൻ പിന്നെ എല്ലാവരോടും പറഞ്ഞത്, എന്നെ അനുഗമിപ്പാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ എന്ത് ചെയ്യണം? നിഷേധിച്ച് നാൾതോറും തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കണം. അപ്പോൾ ഒരു വിശ്വാസി ഹല്ലേലൂയ എങ്ങനെ ആയിരിക്കണം? ദൈവപാത
തന്നെ നടക്കണം, ദൈവ വഴിയിലൂടെ തന്നെ നടക്കണം. ദൈവിക പദ്ധതിക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട ദൈവ പൈതൽ ദൈവ വഴിയിലൂടെ തന്നെ സഞ്ചരിക്കണം. ഹല്ലേലൂയ. എന്തെങ്കിലും നിലവാരത്തിൽ ഇന്ന് പരിസമയത്ത് ഏതെങ്കിലും വേദനകൾ ആരെങ്കിലും ഭാരപ്പെട്ടായിരിക്കുന്നെങ്കിൽ, എവിടെയെങ്കിലും നമ്മുടെ വഴിക്ക് ഇടർച്ച വന്നിട്ടുണ്ടോ എന്ന് ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. ഹല്ലേലൂയ. നാൾതോറും ചെയ്യേണ്ട കാര്യങ്ങൾ, ഹല്ലേലൂയ, ക്രൂശെടുത്ത് അവന്റെ പിന്നാലെ. ഇത് കർത്താവ് ക്രൂശിക്കപ്പെടുന്നതിന് മുമ്പ് കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ നാൾതോറും ഹല്ലേലൂയ ക്രൂശെടുത്തുകൊണ്ട് തന്നെത്താൻ ക്രൂശെടുത്തുകൊണ്ട് നടക്കണം. ഹല്ലേലൂയ. ദൈവ വഴിയിലൂടെ തന്നെ നടക്കണം. ദൈവിക പദ്ധതിക്ക് വേണ്ടി തങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കണം. ദൈവിക നിയോഗം എന്താണോ അത് ഈ ദിവസങ്ങളിൽ വെളിപ്പെടണമെങ്കിൽ ഇന്ന് പദസമയത്ത് കർത്താവ് വ്യക്തമായിട്ടും പറയുന്നു, നാൾതോറും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ തീർച്ചയായിട്ടും നമ്മുടെ കാര്യം ദൈവം ചെയ്തു തരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. 1000 രൂപ തരുന്ന ഒരാളുടെ വരുമാനം 10,000 രൂപയാണെങ്കിൽ ആ 10,000 രൂപയിൽ നിന്ന് കർത്താവ് ഒരു 20,000 രൂപയാക്കി കൊടുക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ് പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പല സമയത്ത് ദൈവമക്കളെ നമ്മൾ എന്താണോ ദൈവത്തിന് കൊടുക്കുന്നത്, എന്താണോ ദൈവസന്നിധിയിൽ ചെയ്യുന്നത്, എന്താണോ ദൈവസന്നിധിയിൽ നാം ഏൽപ്പിച്ചു കൊടുക്കുന്നത്, നമ്മുടെ പ്രാർത്ഥനയുടെ അളവ് എപ്രകാരമാണോ അപ്രകാരമാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം വഴികളെ ഹല്ലേലൂയ ഒരുക്കി തരുവാൻ തക്കവണ്ണമിടയായി തീരുന്നത്. ദൈവം നമുക്ക് വേണ്ടിയിട്ട് വഴികളെ ഒരുക്കി തരുന്നത് അങ്ങനെയാണ്. ഹല്ലേലൂയ. നാൾതോറും ഹല്ലേലൂയ ദൈവത്തിന്റെ വഴി അന്വേഷിച്ച് നടക്കണം, ദൈവിക പദ്ധതിക്ക് വേണ്ടി നടക്കണം. എന്നിട്ട് അവിടെ പറയുന്നു, താഴോട്ട് വായിക്കുമ്പോൾ പിന്നത്തെ 6ാമത്തെ കാര്യമാണ് ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 75-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, വിശുദ്ധിയെ കുറിച്ച് പറയുന്നു. ഒന്ന് വായിച്ചേ, 75-ാം വാക്യം. അവൻ നമ്മുടെ പിതാവായ അബ്രഹാമിനോട് ചെയ്ത സത്യവും തന്റെ വിശുദ്ധ നിയമവും ഓർത്തതുകൊണ്ട് ആകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിന്നെ നാൾതോറും ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഒരു വിശുദ്ധ ജീവിതം നമ്മൾ നയിക്കണം. ഹല്ലേലൂയ. എത്ര പേര് ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇന്ന് വചനം കേൾക്കുന്ന പ്രിയമക്കൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം, നമ്മൾ ഒരു വിശുദ്ധ ജീവിതം നയിക്കണം. ഹല്ലേലൂയ. വിശുദ്ധിയില്ലാതെ സ്തോത്രം ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. ഒരശുദ്ധനും ഹല്ലേലൂയ ഏതൊരശുദ്ധനും പാളയത്തിന് പുറത്താണ്. ഹല്ലേലൂയ. പാളയത്തിനകത്തേക്ക് ഒരു അശുദ്ധിയും കടന്നു വരാൻ ദൈവം അനുവദിക്കത്തില്ല. അതുകൊണ്ട് വിശുദ്ധ അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, അവൻ നമ്മുടെ പിതാവായ അബ്രഹാമിനോട് ചെയ്ത സത്യവും തന്റെ വിശുദ്ധ നിയമവും ഓർത്തുകൊണ്ട് ആകുന്നു. അപ്പം ദൈവം വിശുദ്ധനാകൊണ്ട് ആ വിശുദ്ധിക്ക് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ വിശുദ്ധനായി ഇപ്പം സമൂഹം ഒത്തിരി പേരെ വിശുദ്ധനാക്കുന്നുണ്ട്. ഹല്ലേലൂയ. വിശുദ്ധ പദവിയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഹല്ലേലൂയ. മനുഷ്യനെ വിശുദ്ധനാക്കിയാൽ എത്രമാത്രം വിശുദ്ധനാകും എന്ന് ഞാനും നിങ്ങൾ ചിന്തിക്കണം. ഈ പകൽസമയത്ത് ഹല്ലേലൂയ മരിച്ചു കിടക്കുന്ന ഒരാളെ കർത്താവ് ഈ വ്യക്തിയെ എത്ര പാപിയാണെങ്കിലും മരിച്ചുപോയി ഈ വ്യക്തിയെ സ്വർഗത്തിലേക്ക് എടുക്കണമെന്ന് പറഞ്ഞാൽ എടുക്കുന്ന വ്യക്തിത്വം അല്ല കർത്താവ്. ഹല്ലേലൂയ. അപ്പം നമ്മൾ മനസ്സിലാക്കിയിരിക്കും, നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഇരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാണെങ്കിലും തീയതാണെങ്കിലും അതിന് തക്കവണ്ണം ഭാവിക്കേണ്ടത് ദൈവം മുമ്പാകെ നമ്മൾ നിൽക്കേണ്ടി വരുന്ന വ്യക്തിത്വങ്ങൾ നമ്മുടെ ആത്മാവ് നിൽക്കേണ്ടി വരും. ഹല്ലേലൂയ. അതുകൊണ്ട് നാം വിശുദ്ധനായി തന്നെ ഈ ശരീരത്തിൽ നമ്മൾ എത്ര നാൾ ഇരിക്കുന്നോ അത്രയും കാലം വിശുദ്ധിയിൽ ജീവിക്കണമെന്ന്, വിശുദ്ധിയിൽ നടക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം അത് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് അവിടെ വ്യക്തമായിട്ടും വിളിച്ചു പറയുന്നത്. റോമാലേഖനം 6-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു. റോമാലേഖനം 6-ാം അധ്യായം 22-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാണ്. എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്നും സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിന്റെ അന്തം നിത്യജീവനമാകുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പം വിശുദ്ധിയെ ജീവിച്ചാൽ ഗുണം എന്താന്ന് ചോദിച്ചാൽ ഹല്ലേലൂയ അന്തം എന്തായി തീരും? ഹല്ലേലൂയ എന്ന് ചോദിച്ചാൽ നിത്യജീവൻ.
ഇന്ന് പല സമയത്ത് ദൈവമക്കളെ പലപ്പോഴും നമ്മുടെയൊക്കെ ആത്മീയ പല കുടുംബങ്ങളിലും, ഞാൻ ചാനവൽക്കാരുടെ കാര്യം മാത്രമല്ല പറയുന്നത്, ഐക്യസിക്കാരാണെങ്കിലും ചർച്ചക്കോടുകാരാണെങ്കിലും ഏജിക്കാരാണെങ്കിലും പല ഹല്ലേലൂയ ആത്മീയ കുടുംബത്തിനകത്തും ഹല്ലേലൂയ മനസ്സിലാക്കണം, ഹല്ലേലൂയ എങ്ങോട്ടാ പോകുന്നെന്ന് പോലും ലക്ഷ്യമില്ലാതെ യാത്ര ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. ലക്ഷ്യമില്ലാതെ യാത്ര ചെയ്യുന്നവര് ഹല്ലേലൂയ. എല്ലാവരുടെയും വിചാരം ഈ ലോകത്തിലെ ചില നന്മകളൊക്കെ പ്രാപിച്ചെടുക്കുന്നത് ഏറ്റവും വലിയ ശ്രദ്ധ എന്നൊക്കെയാണ്. ഹല്ലേലൂയ. ഒരു തുരുമ്പ് കഷ്ണം പോലും നമ്മൾ ഈ ലോകത്ത് നിന്ന് കൊണ്ടുപോകുന്നില്ല. ഹല്ലേലൂയ. നമുക്ക് തന്നുവിടത്തുമില്ല. ഹല്ലേലൂയ. വെറുതെ വന്ന് വെറുതെ പോകുന്നവരായിട്ട് തീരരുത്. ഹല്ലേലൂയ. നഗ്നനായിട്ട് വന്നു നഗ്നനായിട്ട് തന്നെ ആണ് ഒരു മനുഷ്യൻ യാത്ര തുടങ്ങുന്നതും യാത്ര തിരിക്കുന്നതും. അങ്ങനെയെങ്കിൽ ഇവിടെ വായിക്കുന്നു, പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കാൻ നിങ്ങൾക്ക് ലഭിച്ച ഫലം വിശുദ്ധീകരണത്തിനും അതിന്റെ അന്തം നിത്യജീവനമാകുന്നു. പാപത്തിന്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. ഹല്ലേലൂയ. ഉറപ്പ് പ്രാപിക്കണം. എങ്ങനെയാ ആ ഉറപ്പ് പ്രാപിക്കുന്നത്? ഹല്ലേലൂയ. പാപത്തിന്റെ ശമ്പളം മരണമാ. ഏദൻ തോട്ടത്തിൽ മരണം പ്രത്യക്ഷമായി. മനുഷ്യൻ ജീവനെ ഹല്ലേലൂയ മരണമില്ലാത്ത ജീവനായിട്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതെങ്കിൽ പാപം കടന്നു വന്ന നാളിൽ മരണം പ്രവേശിച്ചു. ഹല്ലേലൂയ. മരണം പ്രവേശിച്ച മനുഷ്യൻ ഹല്ലേലൂയ പല ചിന്തകളിലൂടെ നടന്നു. മനുഷ്യൻ ദൈവം ഉള്ളവരായിട്ടും ഇല്ലാത്തവരായിട്ടും തന്റെ ഇഷ്ടത്തിനും തന്റെ ഇഷ്ടക്കേടിനും ജീവിച്ചു വരുന്ന ഒരു കാലചക്രത്തിലേക്ക് മനുഷ്യൻ എത്തപ്പെട്ടപ്പോൾ മനുഷ്യന് മരണത്തിൽ നിന്ന് ഒരു നീക്കുപോക്ക് കൊടുക്കാനാ യേശു ക്രിസ്തു ഈ താഴഭൂമിയിലേക്ക് കടന്നു വന്നതെങ്കിൽ ആ യേശുവിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. എന്നേക്കും മരണത്തെ നീക്കി അവൻ വിജയം കൊണ്ടാടിയെങ്കിൽ ആത്മനാഥനായ യേശു ക്രിസ്തു മാത്രമേ ലോകത്തിന്റെ ചരിത്രത്തിൽ ഉയർത്തെഴുന്നേറ്റ് ജീവൻ പ്രാപിച്ചവനായി ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലതു ഭാഗത്ത് നിൽക്കുന്നുള്ളൂ. ഇന്ന് കാണുന്നത് താൽക്കാലികമാ എന്ന് നിലനിൽക്കുന്നത് ഒന്നുണ്ട് എന്ന് വ്യക്തമായിട്ടും വചനം വെളിപ്പെടുത്തുന്നു എങ്കിൽ ഇന്ന് പല സമയത്ത് പ്രിയമുള്ളവരെ നമ്മുടെ നിത്യജീവൻ നമ്മൾ നഷ്ടമാക്കി കളയരുത്. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം, വെള്ളത്തിൽ വീണും കരണ്ടടിച്ചും വണ്ടിയിടിച്ചും ഹല്ലേലൂയ സ്തോത്രം മയക്കുമരുന്നിന് അടിമപ്പെട്ടും ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ പീഡനത്തിന് ഇരയായിട്ടും ഒക്കെ മരിക്കുന്നത് ഈ നമ്മുടെ തലമുറകളാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ തലമുറകളാണ്. 25, 30, 15, 17 വയസ്സുള്ള നമ്മുടെ പിഞ്ചോമനകൾ ഹല്ലേലൂയ വല്ലാത്ത നിലവാരത്തിൽ തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഏതൊക്കെയോ മാതാപിതാക്കളുടെ പ്രതീക്ഷകൾ അസ്തമിച്ചു കൊണ്ടിരിക്കുകയാണ്. നാം ഹല്ലേലൂയ വ്യക്തമായിട്ടും മനസ്സിലാക്കി ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ വളരെ വിശുദ്ധിയോടെ ജീവിക്കാൻ ഉള്ള ഒരു പ്രേരണ നമ്മളിൽ ഉണ്ടാകണം. എങ്ങനെയും ജീവിച്ച് ചെലവഴിച്ച് ഈ ജീവിതം അവസാനിപ്പിക്കാനല്ല ഞാനും നിങ്ങൾ ശ്രമിക്കേണ്ടത്. ഈ ജീവിതത്തിനപ്പുറത്ത് എനിക്കൊരു നിത്യജീവൻ ഉണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഒരു മതത്തിന്റെ വക്താവായിട്ടല്ല കർത്താവ് ലോകത്തിൽ പ്രത്യക്ഷനായത്. ഹല്ലേലൂയ. യേശുക്രിസ്തു ഹല്ലേലൂയ വരുന്നത് യോഹന്നാൻ വിളിച്ചു പറയുന്നത്, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞാൽ അതിനകത്ത് മുസ്ലിമാനും ഹിന്ദുവും ക്രിസ്ത്യാനിയും ഈ ലോകത്തിലെ ബുദ്ധനും ജൈനനും എല്ലാം ഹല്ലേലൂയ അതിനകത്ത് അകപ്പെട്ടിട്ടുണ്ട്. ലോകത്തിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ചെയ്തിട്ടില്ലാത്ത മഹാത്ഭുതങ്ങൾ ചെയ്ത ഒരുവൻ ഉണ്ടെങ്കിൽ അത് നമ്മൾ പ്രസംഗിക്കുന്ന, നമ്മൾ വിശ്വസിക്കുന്ന, നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ ആത്മനാഥനായ കർത്താവ് മാത്രമാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അവിടെ വിളിച്ചു പറയുന്നത് എന്താണ്? ഹല്ലേലൂയ. ഈ അതിന്റെ അന്തം എന്താണ്? നിത്യജീവനം. ഹല്ലേലൂയ. വിശുദ്ധിയിൽ ജീവിച്ചാൽ ഹല്ലേലൂയ നമ്മുടെ ഹല്ലേലൂയ മരണത്തെ കുറിച്ച്, നമ്മുടെ അന്ത്യത്തെ കുറിച്ച് നമുക്ക് ഭയപ്പെടാനില്ല. ഹല്ലേലൂയ. ആരെങ്കിലും മരണത്തെ പേടിക്കുന്നുണ്ടെങ്കിൽ എവിടെയോ തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. മരണത്തെ ആരെങ്കിലും ഭയപ്പെടുന്നുണ്ടെങ്കിൽ എവിടെയോ എന്തോ സംഭവിച്ചിട്ടുണ്ട്. അടുത്ത ജനിച്ചാൽ ഒരിക്കൽ മരണമുണ്ട്. ഹല്ലേലൂയ. മരണത്തിനപ്പുറത്തൊരു ന്യായവിധിയുണ്ട്. ഞാൻ മരിച്ചാൽ എനിക്ക് നിത്യജീവൻ ഉണ്ടെന്ന്, നിത്യശിക്ഷാവിധിയിൽ നിന്ന് ഞാൻ വിടുതൽ പ്രാപിച്ചെന്ന് എനിക്ക് ഉറപ്പ് പ്രാപിച്ച ഒരു മനുഷ്യനും മരണത്തെ ഭയപ്പെടത്തില്ല.
ഹല്ലേലൂയ. അത് ഉറപ്പാ, നമ്മുടെ ഉറപ്പാ. ഹല്ലേലൂയ. നമ്മുടെ ധൈര്യമാ. അതുകൊണ്ടാ നാം സമയം ചെലവഴിച്ച്, അല്ലെങ്കിൽ സമയത്തെ ഹല്ലേലൂയ ദൈവം മുമ്പിൽ ചെലവഴിച്ച് ഞാനും നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് കാരണം എന്താണ്? ഈ ലോകത്തെ കടം മാറാനും രോഗം മാറാനും ആണോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ലോകത്തിലെ സൗഭാഗ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണോ പ്രാർത്ഥിക്കുന്നത്? ഹല്ലേലൂയ. അതെല്ലാം നഷ്ടമാകും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അതെല്ലാം ഇവിടെ കിടക്കുന്നതാ. ഈ ലോകത്തിൽ നമ്മൾ എന്തെല്ലാം നേടിയാലും എല്ലാം ഇവിടെ കിടക്കുന്നതാ. എന്നാൽ ഇന്ന് പല സമയത്ത് നമ്മുടെ നിത്യജീവനെ കുറിച്ചൊരു കാഴ്ചപ്പാട് നമുക്കുണ്ടാകണം. ഈ ഹല്ലേലൂയ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ശരീരം ഡെഡ് ബോഡി ആയിട്ട് ഇവിടെ കിടക്കും. പലരും വന്ന് കരിയും നിലവിളിക്കും. ചിലര് പൂവെക്കും, ചിലര് ഹല്ലേലൂയ സ്പ്രേ അടിക്കും. പക്ഷേ അതുകൊണ്ട് നമ്മുടെ ഹല്ലേലൂയ നിത്യജീവൻ കരസ്ഥമാക്കാൻ കഴിയത്തില്ല. അതിനപ്പുറത്ത് ഇന്ന് പകൽ സമയത്ത് നമ്മളിൽ വെളിപ്പെടേണ്ട തേജസ് ഞാനും നിങ്ങളും ഹല്ലേലൂയ ജീവിച്ചിരിക്കുമ്പോൾ പ്രാപിച്ചെടുക്കേണ്ട ഒന്നുണ്ട്. അത് വിശുദ്ധിയിലാണ് പ്രാപിച്ചെടുക്കേണ്ടത്, ദൈവ സ്നേഹത്തിലാണ് പ്രാപിച്ചെടുക്കേണ്ടത്, അത് പ്രാർത്ഥനയിലാണ് പ്രാപിച്ചെടുക്കേണ്ടത്, അത് ഉപവാസത്തിലൂടെയാണ് പ്രാർത്ഥിച്ചെടുക്കേണ്ടത്. ഇന്ന് പകൽ സമയത്ത് പ്രാപിച്ചെടുക്കേണ്ട നന്മകൾ ഞാൻ നിങ്ങൾ പ്രാപിച്ചെടുക്കണം. ഹല്ലേലൂയ. ജോലിയുണ്ടോ, ജോലിയില്ലയോ? വരുമാനമുണ്ടോ, വരുമാനമില്ലയോ? ആരോഗ്യമുണ്ടോ, ആരോഗ്യമില്ലയോ? ഹല്ലേലൂയ. സമ്പത്തുണ്ടോ, സമ്പത്തില്ലയോ? ഇതൊന്നുമല്ല ഇവിടുത്തെ കാര്യം. അതെല്ലാം ഇവിടുത്തെ കാര്യങ്ങളാണ്. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ ഇന്ന് നീ മരിച്ചാൽ നിന്റെ ശേഷകാലം എവിടെയായിരിക്കും? ഹല്ലേലൂയ. സ്തോത്രം. ധനവാനോട് കർത്താവ് പറയും, ഇന്ന് നിന്റെ ആത്മാവിനെ ഞാൻ ചോദിച്ചാൽ കളപ്പുരകളൊക്കെ നിറച്ചു, ഇത് ഹല്ലേലൂയ ഇത് സൂക്ഷിച്ചു വെക്കാൻ വീണ്ടും അത് പൊളിച്ച് ചെറുത് പൊളിച്ച് വലുത് പണിത് അതിനകത്തോട്ട് ഞാൻ ശേഖരിച്ചു വെക്കും. ഇനി ദീർഘകാലത്തേക്ക് എനിക്ക് സ്വസ്ഥമാണെന്ന് പറഞ്ഞ് അവൻ ഇങ്ങനെ നിൽക്കുമ്പോ കർത്താവ് അവനോട് ചോദിക്കാം, മൂടാ, നിന്റെ ആത്മാവിനെ ഇന്ന് ഞാൻ എടുത്താൽ നിന്റെ ഹല്ലേലൂയ സ്ഥിതി എന്തായിരിക്കും? അതാണ് സങ്കീർത്തനക്കാരൻ വ്യക്തമായിട്ട് സൂചിപ്പിച്ച് വിളിച്ചു പറയുന്നത്. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 15-ാം 4-ാമത്തെ വാക്യം കൂടെ വായിച്ചേ. യോഹന്നാന്റെ സുവിശേഷം 15-ാം 4-ാമത്തെ വാക്യം. ഞാൻ നിങ്ങളിലും എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിനും മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്കും കഴിയില്ല. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. ഹല്ലേലൂയ. ദിനംതോറും ദൈവത്തോട് കൂടെ ആയിരിക്കുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന സൗഭാഗ്യമാണ് നമ്മൾ ദൈവത്തോട് കൂടെ വസിച്ചാൽ ദൈവം നമ്മുടെ കൂടെ വസിക്കും. ഹല്ലേലൂയ. ദൈവത്തോട് കൂടെ നമ്മൾ വസിച്ചാൽ ദൈവം നമ്മുടെ കൂടെ വസിക്കും. ഹല്ലേലൂയ. നമ്മൾ ഈ ലോകത്തിലെ സകല സംവിധാനങ്ങളും കണ്ടുകൊണ്ട് അയ്യോ അവരുടെയൊക്കെ കൂടെ ഇരിപ്പാൻ നമുക്കെന്താ യോഗ്യത? ഹല്ലേലൂയ. ഒന്ന് ഇരുന്നാൽ കൊള്ളാമായിരുന്നൊക്കെ ആഗ്രഹിക്കും. ഈ ലോകത്തിലെ മനുഷ്യന്റെ കൂടെ ഇരിക്കാനല്ല, ദൈവത്തോട് കൂടെ ഇരിക്കുന്നവൻ ദൈവത്തോട് കൂടെ വസിക്കും. ദൈവം വസിക്കുന്നവൻ ദൈവത്തോട് കൂടെ വസിക്കും. അവനെ ഹല്ലേലൂയ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് ഉത്സാഹിപ്പിക്കേണ്ട കാര്യമില്ല. ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്കായിട്ട് കടന്നു വരും, എനിക്ക് പ്രാർത്ഥിക്കണം ഹല്ലേലൂയ എന്ന് പറയാൻ ഇടയായി തീരും. നമ്മുടെ മുമ്പിൽ സമയം ഹല്ലേലൂയ മുമ്പോട്ട് പോവുകയാണല്ലോ. എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിൽ വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കയ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയത്തില്ല. അപ്പം ദൈവത്തിൽ വസിക്കാതെ ഒന്നും പ്രാപിക്കാൻ, ഫലം കായ്ക്കാൻ കഴിയത്തില്ല. വസിച്ചിട്ടല്ലാതെ കഴിയാൻ പറ്റുമായിരിക്കും. ദൈവമില്ലാത്തവർ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട്. ഹല്ലേലൂയ. പല വിശ്വാസ ആചാരങ്ങൾ ജീവിക്കുന്ന പലരുമുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് പല സമയത്ത് ദൈവമക്കളെ ദൈവത്തിൽ വസിക്കുക. ആരാണ് ദൈവമെന്നറിഞ്ഞ് ദൈവത്തിൽ വസിക്കുമ്പോഴാണ് നമുക്ക് ഫലം കായ്ക്കാൻ കഴിയുന്നത്. മാത്രമല്ല, നമ്മൾ ദൈവത്തിൽ വസിച്ചാൽ ദൈവം നമ്മളിൽ വസിക്കും. ഹല്ലേലൂയ. സ്തോത്രം. പെട്ടെന്ന് മുമ്പോട്ട് പോവുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. എന്നിട്ട് 7-ാമത്തെ വാക്യം വായിക്കുന്നത്, 7-ാമത്തെ കാര്യം കൂടെ വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 2:46. 7-ാമത്തെ കാര്യം 2:46. അപ്പോസ്തല പ്രവൃത്തി 2:46. ഒരുതരപ്പെട്ട ദിനംപ്രതി ദേവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നോക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും കൊണ്ട്. പ്രൈസ് ദി ലോർഡ്. അവിടെ വായിക്കുന്നു ഹല്ലേലൂയ. ഒരുമനപ്പെട്ട
ഒരുമനപ്പെട്ട് ദിനം പ്രതി. അപ്പം ദിവസം പ്രതി ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ കൂട്ടായ്മ ബന്ധം നമുക്കുണ്ടാകും. കൂട്ടായ്മ ബന്ധം. ഹല്ലേലൂയ. ചിലര് ചോദിക്കാറുണ്ട്, ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിച്ച എന്താ ദൈവം കേൾക്കത്തില്ല? ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ വായിക്കുന്നു, ഒരുമനപ്പെട്ട് ദിനം പ്രതി ഹല്ലേലൂയ ദൈവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ ഒപ്പം നോക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയ പരമാർത്ഥതയും കൊണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിന്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. എന്തിനാ ദൈവസഭ? ഹല്ലേലൂയ. ഒന്നിച്ചു കൂടിയിരുന്ന് ഹല്ലേലൂയ എനിക്ക് താൻ പകർന്നു തന്നിരിക്കുന്ന ദൈവശക്തിയും നിങ്ങളിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയും ഒന്നിച്ച് സമ്മേളിക്കുമ്പോൾ അവിടെ വലിയ ദൈവ സാന്നിധ്യം അനുഭവിച്ച ദൈവത്തെക്കൊണ്ടിടയായി തീരും. നമുക്ക് വിവിധമായ കൃപകളും കൃപാവരങ്ങളും ദൈവം തന്നിട്ടുണ്ട്. വിവിധമായ ശുശ്രൂഷകളും ശുശ്രൂഷ സംവിധാനങ്ങളും നമുക്ക് തന്നിട്ടുണ്ട്. ഇവർ ഒന്നിച്ചു കൂടിയിരുന്ന് അവരവിടെ പറയുന്നത് ഇങ്ങനെയാണ്, അവർ ഒരുമനപ്പെട്ടു. ഹല്ലേലൂയ, സ്തോത്രം. ആദ്യത്തെ നമുക്ക് ചെയ്യേണ്ട ഒന്നാമത്തെ പടി എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാം കൂടെ ഒരുമനപ്പെടണം. ഒരുമനപ്പെട്ട് എന്ത് ചെയ്യണം? ഹല്ലേലൂയ ദിവസം പ്രതി ദിനം പ്രതി ദൈവാലയത്തിൽ കൂടി വരികയും. അപ്പം ദിവസം ഒരുമനപ്പെട്ട് ദൈവാലയത്തിൽ കൂടി വന്ന് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഹല്ലേലൂയ സ്വർഗീയ പിതാവിന്റെ സാന്നിധ്യം വെളിപ്പെടും. നിങ്ങൾ എന്നോട് കൂടിയും ഞാൻ നിങ്ങളോട് കൂടെയും വസിക്കുമെന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ മുന്തിരി വള്ളിക്ക് സ്വയമേ കായ്ക്കാനോ ഫലം പുറപ്പെടുവിക്കുവാനോ കഴിയത്തില്ല. ഹല്ലേലൂയ ഒരു മുന്തിരി വള്ളിയിൽ പല ഫലങ്ങൾ ഉള്ളതുപോലെ പല നിലവാരത്തിലുള്ള ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നത് പോലെ ഒന്ന് ഉണ്ടായിട്ട് മാസങ്ങൾ കഴിഞ്ഞായിരിക്കും അടുത്ത ഫലം ഉണ്ടാകുന്നത്. എല്ലാത്തിന്റെയും പ്രായം ഒരേപോലെയല്ല, എല്ലാത്തിനെയും അടർത്തിയെടുക്കുന്നതും ഒരുപോലെയല്ല. ഹല്ലേലൂയ. എല്ലാം കൂടെ ആ മുന്തിരി വള്ളിയിൽ പല കുലകൾ പല സമയത്ത് പൊട്ടിപ്പുറപ്പെട്ട് പുറത്തു വന്ന് അത് പലർക്കും ആശ്വാസകരമായി തീരുന്നത് പോലെ ഒന്നിച്ച് ഒരു വള്ളിയിൽ നിന്ന് ഒരു ചുവട്ടിൽ നിന്ന് തുറങ്ങുന്ന ആ കിളിർപ്പുണ്ടല്ലോ, അത് അനേകർക്ക് പല സമയങ്ങളിൽ ആശ്വാസം പകരുന്നേ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അവിടെ വായിക്കുന്നത്, നിങ്ങൾ എന്ത് ചെയ്യണം? ഒരുമനപ്പെട്ട് ദിനം പ്രതി ദൈവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയ പരമാർത്ഥതയും കൊണ്ട് ഭക്ഷണം കഴിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. പലർക്കും ഭക്ഷണമൊക്കെ ഉണ്ടാക്കും, ചിലർക്ക് കഴിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. പല വീടുകളിലും സമാധാനമില്ല, സ്വസ്ഥതയില്ല. നമ്മളെ കുറിച്ചല്ല പറയുന്നത്. ഹല്ലേലൂയ. നമ്മൾ വെളിയിലോട്ട് ഇറങ്ങിയാൽ രംഗത്തോട്ട് ഇറങ്ങിയാൽ ഹല്ലേലൂയ സ്തോത്രം എല്ലാം ഉള്ളവരും, പക്ഷേ സമാധാനത്തോടെ ഭക്ഷണം കഴിക്കാൻ അവരെ കൊണ്ട് കഴിയുന്നു. ഹല്ലേലൂയ. അത്രമാത്രം ഭീകരമായ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ഒത്തിരി ജനവിഭാഗങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പല സമയത്ത് ദൈവമക്കളെ ഹല്ലേലൂയ ഈ സമൂഹം വളരെ അല്ലെങ്കിൽ ഈ ലോകം വളരെ വല്ലാത്ത ഒരു നിലയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. അവിടെ നമ്മൾ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിൽക്കാൻ ഇടയായി തീരണം. അതുകൊണ്ട് ഒരുമനപ്പെട്ട് ദിനം പ്രതി ദൈവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും പരമാർത്ഥ ഹൃദയവും കൊണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിന്റെയും കൃപ അനുഭവിക്കുകയും ചെയ്ത് കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു എന്ന് അവിടെ നാം വായിച്ചു. അപ്പം നമ്മുടെ സഭയോട് കൂടുതൽ ഹല്ലേലൂയ ജനം ഹല്ലേലൂയ സഭയോട് ചേർന്ന് വരണമെങ്കിൽ എന്ത് ചെയ്യണം? നാം ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ദിനം പ്രതി ഹല്ലേലൂയ ഒരുമനപ്പെട്ട് ദൈവാലയത്തിൽ നാം കൂടണം, പ്രാർത്ഥിക്കണം. ദൈവ സാന്നിധ്യം വെളിപ്പെടുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ. ഇവിടെ ഹല്ലേലൂയ നമ്മുടെയൊക്കെ പ്രാർത്ഥനാ കൂട്ടങ്ങളിൽ പലപ്പോഴും ആള് കുറയുകയാണ്. ഹല്ലേലൂയ, ആള് കുറയുക. എന്താ കാരണം? ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് നമ്മുടേതായ ഒത്തിരി കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇങ്ങനെ പരക്കം പായുകയാണ്. എങ്ങും ഒരിടത്തും ചെന്നെത്താൻ കഴിയുന്നത്.
ഹല്ലേലൂയ. ദൈവവുമായിട്ട് ഒരു നല്ല ബന്ധത്തിൽ ഇതുവരെ നിൽക്കാൻ കഴിയുന്നില്ലാതെ പോകുന്നെങ്കിൽ ഹല്ലേലൂയ, ഈ സങ്കീർത്തനക്കാരൻ വളരെ വ്യക്തമായിട്ട് വിളിച്ചു പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? ഹല്ലേലൂയ, ദിനം പ്രതി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു നോക്ക്. ഹല്ലേലൂയ. നമ്മളൊരു രോഗത്തിന് ഡോക്ടറിന്റെ ഒക്കെ കടന്നു ചെന്നാൽ ഡോക്ടർ പറയും, ഇത് രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട്, പിന്നെ ആഹാരത്തിന് മുമ്പ്, ആഹാരത്തിന് ശേഷം, കിടക്കുന്നതിന് മുമ്പ്, കിടക്കുന്നതിന് ശേഷം, അല്ലെ, കിടന്നതിന് ഭക്ഷണം കഴിച്ചതിന് ശേഷം എന്നൊക്കെ പറഞ്ഞ് കൃത്യതയോടെ ഹല്ലേലൂയ. അച്ചായന്മാരാണ് കിടക്കുന്നതെങ്കിൽ അമ്മമാരെന്ത് ചെയ്യും? ഹല്ലേലൂയ, എഴുന്നേറ്റ് ഇത് കഴിച്ച്, ഇത് ഗുളിക കഴിച്ച് എന്നൊക്കെ പറഞ്ഞ് തട്ടി എഴുന്നേൽപ്പിച്ചു കൊടുക്കും. മക്കളാ കിടക്കുന്നതെങ്കിൽ മക്കൾക്കാണെങ്കിൽ എടാ എഴുന്നേറ്റടി മരുന്ന് കഴിക്കടി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ദിവസം പ്രതി നമ്മൾ കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കും, അല്ലെ? ഹല്ലേലൂയ. ദൈവത്തിന് കൊടുക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ദൈവസന്നിധി ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ദൈവത്തിന് മുമ്പ് ചെയ്താൽ അവിടെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് രോഗസൗഖ്യം ഉണ്ടാകണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അതിനെ നമ്മൾ തട്ടി എഴുന്നേൽപ്പിച്ച് മരുന്ന് കൊടുക്കുന്നു. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് നിത്യജീവൻ പ്രാപിക്കാനുള്ള കാര്യമാണ് കർത്താവ് പറഞ്ഞത്. ഹല്ലേലൂയ. നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ ദിനം പ്രതി ചെയ്യേണ്ട കാര്യം, ഇത് വലിയ ഹല്ലേലൂയ മഹാനായ ഒരു ഡോക്ടറാണ് ഈ പിതാവായ ദൈവം. ഹല്ലേലൂയ. രോഗം ഉണ്ടാക്കാനും രോഗം ഇല്ലാതാക്കാനും ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. മനുഷ്യനെ സൃഷ്ടിക്കാനും മനുഷ്യനെ ഇല്ലാതാക്കാനും ദൈവത്തിന് കഴിയും. ഒരു ഭൂലോകത്തെ തന്നെ ഉരുവാക്കാനും ഒരു ഭൂലോകത്തെ ഇല്ലാതാക്കാനും കഴിയുന്ന ഒരു ദൈവത്തിന് മുമ്പിലാണ് ഞാനും നിങ്ങൾ നിൽക്കുന്നത്. ഹല്ലേലൂയ. നമുക്കറിയാം, നമ്മുടെ ഭൂമിയോളം വലിപ്പമുള്ള 24 ഹല്ലേലൂയ സ്തോത്രം കോടി ഹല്ലേലൂയ ഭൂമി ഒന്നിച്ച് വെച്ചാലും ഹല്ലേലൂയ പിന്നെയും ഇടം ബാക്കിയാക്കി നിൽക്കുന്ന നക്ഷത്രങ്ങൾ ഭൂലോകത്തുണ്ട്. ഹല്ലേലൂയ. ഈ സാറ്റലൈറ്റിനെയും നക്ഷത്ര യുഗങ്ങളെയും ഒന്നും നമുക്ക് വിവരിക്കാൻ കഴിയത്തില്ല. അതിൻ്റെതായ പ്രകാശത്തിന്റെ രശ്മികളൊന്നും നമ്മളെ ഹല്ലേലൂയ വല്ലാതെ വരയ്ക്കുന്നൊന്നുമില്ല. പക്ഷേ നമുക്ക് ഭൂമുഖത്ത് എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ അതാത് സമയത്ത് നിർവഹിച്ചു തരുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ നിങ്ങളും ആരാധിക്കുന്നതെങ്കിൽ ഇന്ന് പലസമയത്ത് ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥ പ്രകാരം ജീവിച്ച ദൈവം നമ്മളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അവിടെ പറയുന്നത് എന്താണ്? ഹല്ലേലൂയ. പിന്നെ സമയം മുമ്പോട്ട് പോയല്ലോ. അല്ലെങ്കിൽ ഒറ്റ വാക്യം കൂടെ വായിച്ച തിരുവെഴുത്ത് വായിക്കണം. തിരുവെഴുത്ത് ദിവസം പ്രതി വായിക്കണം. നെഹമ്യാവിന്റെ പുസ്തകം 8-ാം അധ്യായം 18-ാമത്തെ വാക്യം കൂടെ വായിച്ച് ദൈവസന്നിധിയിൽ ഇരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നെഹമ്യാവിന്റെ പുസ്തകം 8-ാം അധ്യായം 18-ാമത്തെ വാക്യം. ആദ്യ ദിവസം മുതൽ അവസാന ദിവസം വരെ അവൻ ദിവസേന ദൈവത്തിന്റെ ന്യായപ്രമാണ പുസ്തകം വായിച്ചു കേൾപ്പിച്ചു. അങ്ങനെ അവർ 7 ദിവസം ഉത്സവം ആചരിച്ചു. 8-ാം ദിവസം നിയമപ്രകാരം വിശുദ്ധ സഭായോഗം കൂടുകയും ചെയ്തു. അപ്പം ഇന്നുകൊണ്ട് മടക്കി വെക്കുന്ന പുസ്തകം അടുത്ത ഞായറാഴ്ച ആയിരിക്കും ചിലപ്പോൾ നമ്മൾ എടുത്തോണ്ട് വരുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. ദിവസം ചെയ്യേണ്ട കാര്യം ബൈബിൾ വായിക്കണം. ദിവസം പ്രതി. ഹല്ലേലൂയ. സ്തോത്രം. ഇത് കാഴ്ചയ്ക്ക് വേണ്ടി ഹല്ലേലൂയ വെച്ചിരിക്കുന്ന പുസ്തകമല്ല. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ പറയുന്നു ആദ്യ ദിവസം മുതൽ. ഏതാണ് ആദ്യ ദിവസം? ഹല്ലേലൂയ. ഒരു ദിവസം തുടങ്ങുന്നത്, ഒരാഴ്ചയിൽ ഒരു ദിവസം തുടങ്ങുന്നത് എന്താണ്? തിങ്കളാഴ്ച. അപ്പം ആദ്യ ദിവസം മുതൽ എന്ത് ചെയ്യണം? ഹല്ലേലൂയ. അവസാന ദിവസം വരെ അവൻ ദിവസേന ദൈവത്തിന്റെ ന്യായപ്രമാണ പുസ്തകം വായിച്ചു കേൾപ്പിച്ചു. എന്നിട്ട് അപ്പന്മാര് ചെയ്യേണ്ട കാര്യമാണ്, അല്ലെ? വീട്ടിൽ പുസ്തകം വായിക്കണം. ഹല്ലേലൂയ. ഈ പുസ്തകം നമ്മൾ വായിച്ചേ തീരുന്നു. എന്നിട്ട് അവർ 7 ദിവസം ഉത്സവമാണ്. അപ്പം ഈ പുസ്തകം വായിക്കുന്ന ഓരോരുത്തരും എന്താണ്? സന്തോഷത്താൽ നിറയുകയാണ്. ആ ഭവനത്തിനകത്ത് അപശബ്ദങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ഹല്ലേലൂയ. സന്തോഷത്താൽ ദൈവവചനം തിങ്ങി നിൽക്കുന്ന ഒരു റൂമിനകത്തേക്ക് ഒരശുദ്ധിയും പ്രവേശിക്കത്തില്ല. അവിടെ ദൈവവചനത്താൽ നിറയപ്പെട്ട ആ റൂം നിൽക്കുന്നെങ്കിൽ, ആ വീട് നിൽക്കുന്നെങ്കിൽ, ഒരു ദുഷ്ടന്റെ തന്ത്രം ആ ഭവനത്തേക്ക് അടുത്തു വരാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവവചനം ജീവനും ചൈതന്യം തരുന്ന ഈ വായുത്തലമുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയത് സന്ധിമച്ചകളെയും തുളച്ചു ചെല്ലുന്നതായ ദൈവത്തിന്റെ വചനമാണ്. ആ വചനം എന്ത് ചെയ്യണം? ഉരുവിട്ടുകൊണ്ടേ ഇരുന്നാൽ അവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? അവിടെ ഉത്സവമാണ്. ഹല്ലേലൂയ. 8-ാം ദിവസം
നിയമപ്രകാരം വിശുദ്ധ സഭായോഗം കൂടുകയും ചെയ്തു. അപ്പം വിശുദ്ധ സഭായോഗം അതിനെ കുറിച്ച് ഒത്തിരി വിവരിക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. ദൈവസന്നിധി ഞാൻ ഇരിക്കും. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഇന്നത്തെ സങ്കീർത്തന ഭാഗത്തിന്റെ ഒരു ഭാഗവും ശുശ്രൂഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഹല്ലേലൂയ ഒരു